പറഞ്ഞെടുക്ക് കെയറിലോട്ട് പോവുകയാണെങ്കിൽ ന്യൂ ബോണിന്റെ കെയർ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സിസേറിയൻ കഴിഞ്ഞിട്ടായിരുന്നാലും ഡെലിവറി കഴിഞ്ഞിട്ടായിരുന്നാലും നമ്മുടെ വാർഡിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അമ്മമാർക്ക് അത് കെയർ ചെയ്യേണ്ടത്. ചിലപ്പോൾ കാല് പൊതിഞ്ഞ് കവർ ചെയ്ത് വയ്ക്കും, ചിലപ്പോൾ കാല് പുറത്ത് കിടക്കും. അപ്പോൾ അവർ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു കാര്യം, കാല് ഒരെണ്ണം പുറത്ത് കിടക്കുന്നതിന് കുഴപ്പമുണ്ടോ, അങ്ങനെ അവരെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പേടിച്ചിട്ടാണ് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പം അങ്ങനെയല്ല, അവർ അവെയർ ആവണം, എന്തിനാണ് അത് ചെയ്യുന്നു എന്നുള്ളത് അവർ അവെയർ ആവണം. ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം, പ്രത്യേകിച്ച് ഇവിടെ അഡ്മിറ്റ് ആവുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആവശ്യമില്ലാത്ത എല്ലാ വിസിറ്റേഴ്സിനെയും പീഡിയാട്രിഷ്യൻ ഉൾപ്പെടെ മാഡം പറഞ്ഞു മടുത്തിരിക്കുന്ന സംഭവമാണ്. നമ്മൾ വിസിറ്റേഴ്സിന് അലോ ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഒന്ന് ഇൻഫെക്ഷൻ ഉള്ളവർ വരാം, അല്ലാത്തവർ വരാം. അപ്പം നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചിട്ടായിരിക്കും വരുന്നത്. വാർഡിൽ നമ്മൾ വിസിറ്റേഴ്സിന് അലോ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഓൾറെഡി പറയുക. മാക്സിമം സിസേറിയൻ 5 ദിവസവും നോർമൽ ഡെലിവറി 3 ദിവസം ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വിടുന്നുണ്ട്. അപ്പം അത് എന്തായാലും 5 ദിവസം കാണാതെ നമ്മളെ ബന്ധുക്കൾ ഇരിക്കുമല്ലോ, എത്ര ക്ലോസ് റിലേറ്റീവ് ആണെങ്കിലും. അപ്പം അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങളെ ഡിസ്ചാർജ് സമയം വരെ എന്നല്ല, ശരിക്കും ഒരു കുഞ്ഞെന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ പറഞ്ഞു 28 ഡേയ്സ് വരെ, ഒരു മാസം വരയ്ക്ക് നമ്മൾ ആ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കേണ്ട കാര്യവും മറ്റൊരാളെ അല്ലെങ്കിൽ നമ്മൾ തന്നെ മാക്സിമം ഒരാളോ 2 പേരോ തന്നെ കുഞ്ഞിനെ ഡീൽ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന് പറയുന്നത് സാധാരണ ഇവിടെ ഏതെങ്കിലും ഒരു ടവലോ അല്ലെങ്കിൽ കളറുള്ള ഡ്രസ്സ് തന്നെ ഡെലിവറി ഇന്ന് കഴിയുമെങ്കിൽ ഇന്ന് വൈകിട്ട് കളറുള്ള ഡ്രസ്സൊക്കെയാണ് എടുത്തിട്ടുണ്ട്. പൂവുള്ളത് അങ്ങനെയുള്ളത് വരെ ഇട്ടിട്ടുണ്ട്, നീല കളർ, പിങ്ക് കളർ, അങ്ങനെ. അപ്പം അതല്ല മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ വാങ്ങിക്കുന്ന ഡ്രസ്സും എത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരുന്ന ഡ്രസ്സായിരുന്നാലും മാക്സിമം ഡെറ്റോൾ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ, എന്തെങ്കിലും ഒരു ഡിസിൻഫെക്റ്റൻ്റ്, ഡെറ്റോളാണ് കുറച്ച് ചീപ്പായിട്ട് കിട്ടുന്നത്. അതും പറ്റാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു വാഷ്, ആ തുണിയും നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്തും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് സൺലൈറ്റിൽ തന്നെ നന്നായിട്ട് ഡ്രൈ ചെയ്ത് നനവൊന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം വേണം കുഞ്ഞിനെ പൊതിയാനുള്ളതായിരുന്നാലും കുഞ്ഞിനിടാനുള്ള ഉടുപ്പായിരുന്നാലും യൂസ് ചെയ്യാനുള്ളത്. അപ്പം നിങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോഴും പലപ്പോഴും പുതിയത് ആ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണ് ഇടുന്നത്. അങ്ങനെയല്ല ചെയ്യാനുള്ളത്. അറിയായിരിക്കുമല്ലോ, ബർത്ത് ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറിക്ക് കയറ്റുന്ന സമയത്ത് പോയി വാങ്ങിക്കാതെ നേരത്തെ അത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. പിന്നെ ഫോളോ അപ്പ് ഡേയ്സിന് ഇടാനുള്ളത്, പിന്നെ തുടർന്ന് വരുന്ന ദിവസം ഇടാനുള്ളത് അങ്ങനെ തന്നെ ഇടണം. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതുപോലെ അമ്മയായിരുന്നാലും കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർ, അമ്മൂമ്മമാരാരെങ്കിലും ആയിരിക്കും കൂടെ നിൽക്കുന്നത്. കുഞ്ഞിന്റെ ബർത്ത് ടൈം അല്ലെങ്കിലും ബർത്ത് വെയിറ്റും അറിഞ്ഞിരിക്കണം, ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളതും അവെയർ ആയിരിക്കണം. മിക്കവാറും കാണാറില്ല. കാര്യം ഡിസ്ചാർജ് ആയി പോയാലും എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായാലും ചോദിക്കും. മിക്കവാറും ആർക്കും അറിഞ്ഞുകൂടായിരിക്കും. പിന്നെ മഞ്ഞയുടെ റിസൾട്ട് ചോദിക്കുമ്പോൾ കൊണ്ടുവരുന്നതും ബ്ലഡ് ഗ്രൂപ്പിൻ്റെതാണ് കൊണ്ടുവരുന്നത്. അപ്പം അത് അവെയർ ആയിട്ടിരിക്കണം. പ്രത്യേകിച്ച് അമ്മമാർ അറിഞ്ഞിരിക്കണം കുഞ്ഞിന്റെ കാര്യം, ബ്ലഡ് ഗ്രൂപ്പിൻ്റെതും അതുപോലെ ബർത്ത് വെയിറ്റ് അറിയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 6 months ആകുമ്പോൾ നോർമലി പറയുന്നതാണ് ഡബിൾ ചെയ്യും എന്നുള്ളത് വെയിറ്റ്. ഇപ്പം 3 കിലോ ആണെങ്കിൽ കുഞ്ഞിനൊരു 6 kg വേണം. അത് അമ്മയ്ക്ക് തന്നെ തനിയെ മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ് വീട്ടിലിരുന്ന്. ഇപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്നില്ല, കുഞ്ഞിന് വെയിറ്റ് കുറവ് പോലെ തോന്നുന്നു എന്നുള്ളതല്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിപ്പം അംഗൻവാടികളിൽ ക്ലിനിക്സ്, ആശാ വർക്കേഴ്സ് വീട്ടിൽ വന്ന് വെയിറ്റ് നോക്കൂലായിരിക്കും. അംഗൻവാടി വഴി എന്തായാലും വെയിറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. അതാത് ഏരിയയിലുള്ള അംഗൻവാടി വഴി നിങ്ങൾ ഹോസ്പിറ്റലിൽ വന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യണം. പിന്നെ അതുപോലെ കവർ ചെയ്ത് വെക്കുന്ന കാര്യം, കവർ ചെയ്യുന്നത് ഇപ്പം പാമ്പേഴ്സ് ഉപയോഗിക്കുന്നെങ്കിൽ ഓക്കെ, അല്ലാത്തവരാണെങ്കിൽ അതിന് പ്രത്യേകം തുണി കവർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം തുണി യൂസ് ചെയ്യുന്നവരുണ്ട്. അത് പ്രത്യേകിച്ച് മാറ്റി വെക്കുക. അതുപോലെ യൂറിൻ പാസ് ചെയ്തിട്ട് ആ തുണിയെ നന്നായിട്ട് വാഷ് ചെയ്ത് സൺലൈറ്റിൽ തന്നെ ഡ്രൈ ആക്കിയിട്ട് അത് വീണ്ടും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രത്യേകം മാറ്റി വെക്കണം. അത് പിന്നെ തുടയ്ക്കാനോ അല്ലെങ്കിൽ ഫുള്ള് ബേബിയെ കവർ ചെയ്യാനോ അത് എടുക്കരുത്, പ്രത്യേകം തുണി തന്നെ വെക്കണം. പിന്നെ ബേബിക്കുള്ള ടവല്, അത് സ്ഥിരം നമ്മളെ വാർഡിൽ കാണുന്നതാണ്. മോഷൻ ആയാലും ആ ഭാഗം മാത്രം ഒന്ന് തുടച്ചിട്ട് വീണ്ടും അതിനെ കമഴ്ത്തി ഫാനിൻ്റെ അവിടെ ഇട്ട് ഉണക്കി അത് വീണ്ടും എടുത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് നമ്മുടെ റൂംസിൽ, വീട്ടിൽ പോയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, റൂംസിലിട്ട് ഉണക്കിയെടുത്ത് യൂസ് ചെയ്യരുത്. സൺലൈറ്റിൽ തന്നെ, സൂര്യപ്രകാശത്തിൽ തന്നെ ആ തുണികളെല്ലാം ഉണക്കിയെടുക്കണം. പിന്നെ അതുപോലെ അമ്മമാർക്ക് കുളിക്കാമോ എന്ന് ചോദിക്കും. സിസേറിയൻ കഴിഞ്ഞിട്ട് വേറെ ഒരു കുഴപ്പമില്ലെങ്കിലും അമ്മമാർ കുളിക്കാതിരിക്കും. ഇപ്പോൾ വേറെ റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ തല കുളിക്കാം. അത് ഡോക്ടേഴ്സ് പിറ്റേഴ്സ് വന്ന് പറയുന്നതാണ്. ഇപ്പോൾ തല കുളിക്കണം ഡെയിലി, മാക്സിമം ഒരു 3 നേരം. തല ഒരു നേരം ആയിരുന്നാലും ദേഹം കഴുകുന്നത് ബാക്കി 2 നേരം ദേഹം കഴുകണം. ടോട്ടൽ 3 നേരം കഴുകുന്നതാണ് നല്ലത്. കാര്യം ബ്രസ്റ്റ് ഫീഡ് കൊടുക്കുന്ന അമ്മമാരാണ്. പിന്നെ കുഞ്ഞുങ്ങളെ ചില ബേബീസിനെ നല്ല എണ്ണം കെയർ ചെയ്യും. ചില ബേബീസ് ആണെങ്കിൽ ഈ ഫീഡ് കൊടുത്തിട്ട് ബാക്കിയെല്ലാം ചുണ്ടിലും ഇവിടെ എല്ലാം കയറിയിരിക്കും. അതിങ്ങനെ ഡ്രൈ ആയി അതിങ്ങനെ പൊരിഞ്ഞിളകുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു തുണി വെച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ എന്തെങ്കിലും മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം.
അതും ചിലർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ജെനിറ്റൽ ഏരിയ, യൂറിൻ പാസ് ചെയ്യുന്ന ഏരിയ നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു വെള്ള സാധനം കൂടെ കാണും. അതോടുകൂടി തന്നെ ഡിസ്ചാർജ് വരെയും കൊണ്ടുപോകുന്നവർ കാണും. ഡിസ്ചാർജിന്റെ സമയത്തോ അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കുമ്പോഴായിരിക്കും ക്രസ്റ്റ് പോലെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. അതായത് കുഞ്ഞ് ജനിക്കുന്ന സമയത്തുള്ള ആ ഒരു വെള്ള കവറിങ് എല്ലാ നോർമൽ ബേബീസിനും ഉള്ളതാണ്. അപ്പോൾ അതവിടെയൊക്കെ തുടച്ചു കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് വന്നിട്ട് സിസ്റ്റർ എടുത്ത്, ഡ്യൂട്ടി സിസ്റ്റർ എപ്പോഴും ഉണ്ട്, അത് ചോദിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിസിറ്റേഴ്സ് ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇവിടെ പേടിച്ചിട്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങളെ നമ്മൾ കാണാത്തപ്പോഴത്തേക്കും പൊതിഞ്ഞു കൊണ്ടുവന്ന് എത്ര വിസിറ്റേഴ്സിനായിരുന്നാലും അവർ മാറ്റി നിർത്തി കാണിച്ചു കൊടുക്കും. ഇപ്പോൾ വീട്ടിൽ പോയിരുന്നായിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഇപ്പം നമ്മൾ അടുത്തൊരു ഹെൽത്ത് കെയറിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത് വീണ്ടും ഒരു റെഫറൻസ്, ഇവിടെ നിന്ന് മിക്കവാറും റെഫറൻസ് വരുന്നത് ഇൻഫെക്ഷൻ ആയിട്ടുള്ള റെഫറൻസും നമുക്ക് വന്നിട്ടുണ്ട്. ഫീവർ ആയിട്ട് കണ്ടിന്യൂസ് ടെമ്പറേച്ചറാണ് കുറയാതെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ പോയാലും അവിടെ നിൽക്കുന്ന സിസ്റ്റർമാരെ പേടിച്ചിട്ടല്ല, വീട്ടിൽ പോയിട്ടും അതൊന്ന് ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ടുള്ള, അതായത് നെസസറി ആയിട്ട് നമ്മൾ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത് കരയുമ്പോൾ അമ്മൂമ്മ എടുക്കണം. കൂടുതൽ പേര് ഹാൻഡിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കുഞ്ഞിൻ്റെ. പിന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ചില സയൻസ് നോക്കാൻ പറയും, പ്രത്യേകിച്ച് മഞ്ഞ നിറം കുഞ്ഞിൻ്റെ. പിന്നെ അബ്നോർമൽ ആയിട്ടുള്ള, അസാധാരണമായിട്ടുള്ള കരച്ചിൽ, നമുക്ക് നോർമലി കുഞ്ഞ് കരയുന്നത് അറിയാൻ പറ്റും. ചില കൊച്ചുങ്ങൾ ഗ്യാസ്ട്രൈറ്റിസ് മുതൽ വയറിൽ തടസ്സങ്ങൾ, വേറെ എന്തെങ്കിലും വലിയ രോഗങ്ങൾക്ക് വരെ കുഞ്ഞ് അബ്നോർമലായിട്ട് കരയും. അപ്പം അങ്ങനെയുള്ള കരച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ റെഡ്നെസ്, നോർമലി ചില കുഞ്ഞുങ്ങൾക്ക് ചെറിയ പൊടിയായിട്ട് റെഡ്നെസ് കാണും. കണ്ണിൽ ചില വ്യത്യാസം കാണും. കുഞ്ഞ് ചെറിയ രീതിയിൽ പഴുപ്പൊക്കെ കാണും. അല്ലാത്ത രീതിയിലാണ് നിങ്ങൾക്കൊരു സംശയം തോന്നുന്നു, ഒരു ദിവസം നോക്കിയിട്ടും കുറവില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഡിസ്ചാർജ് ചെയ്താൽ ഡോക്ടറെ വന്ന് കണ്ട് തന്നെ മെഡിസിൻ കൊടുക്കണം. അത് മിക്കവാറും ആൾക്കാർ ചെയ്യാറില്ല. അതുപോലെ മഞ്ഞ ഇവിടെ നോക്കിയിട്ട് മിക്കവാറും 15-16 ആണെങ്കിൽ ഡോക്ടർ പറയുന്നത് കേട്ടിട്ട് കറക്റ്റായിട്ട് വയ്ക്കുന്നവർ വളരെ കുറവാണ്. മഞ്ഞ കൂടുന്ന സമയത്ത് മാത്രം ഒരു ടെൻഷൻ അടിക്കും. അല്ലെങ്കിൽ ഇവിടെ കിടത്തി 21 കറക്റ്റായിട്ട് വയ്ക്കാതെ 20-21 ആകുമ്പോഴാണ് ഇവിടെ നിന്ന് റെഫർ ചെയ്ത് വിടുന്നത്. അപ്പം അല്ലെങ്കിൽ അവർ 16 ആകുമ്പോൾ അവർ പറയുന്നത് ഡോക്ടർക്ക് ചോദിക്കും, നമ്മൾ കൊണ്ടുപോകുന്നു, എന്നിട്ട് സൺലൈറ്റ് കാണിക്കാം, ഇല്ലെങ്കിൽ കുറവില്ലെങ്കിൽ കൊണ്ടുവരാം, അങ്ങനെയാണ് പറയുന്നത്. അപ്പം അതും അവയർ അല്ലാത്തതിൻ്റെ ഒരു ഭാഗമാണ്. ഒറ്റ ദിവസത്തെ കാര്യമാണ്. ഇവരിങ്ങനെ ഇതായിട്ട് നിൽക്കുകയാണ്, ആൻഷ്യസ് എന്ന് വെച്ചാൽ കൊച്ചിനെ കൊണ്ട് കാണിക്കണം റിലേറ്റീവ്സിൻ്റെ അടുത്ത്. ആ ഒരു വെമ്പലോടുകൂടിയാണ് പോകാൻ നിൽക്കുന്നത്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഫോട്ടോതെറാപ്പിക്കുള്ള ബേബീസ് പലപ്പോഴും വേറെ ബൈസ്റ്റാൻഡറെയും വിളിച്ച് കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് നിന്ന് ഞങ്ങൾ വഴക്ക് പറഞ്ഞാണ് കൊണ്ട് പലപ്പോഴും വയ്ക്കാറുള്ളത്. അപ്പം അതും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ പോയാലും മഞ്ഞ നിറം ഒരു 20-21 ഡേയ്സ് വരെ ശ്രദ്ധിക്കേണ്ടേ വേണം. 2-2.5 ആഴ്ചയോളം ശ്രദ്ധിക്കേണ്ടതാണ് മഞ്ഞ നിറം കൂടുതലുണ്ടെങ്കിൽ അത് പറയാന്നുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിനേഷൻ. അതിവിടെ നമ്മൾ ഓൾറെഡി ബർത്ത് ടൈമിൽ കൊടുക്കാനുള്ള വാക്സിൻ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ PP യൂണിറ്റിലോട്ടാണ് അമ്മയും കുഞ്ഞും കാർഡുമായിട്ട് അവർ കറക്റ്റായിട്ട് വീക്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം BCGക്ക് താഴെ പോകുമ്പോൾ തന്നെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അത് ആ ഷെഡ്യൂൾ അനുസരിച്ച് വരണം, അത് മിസ് ചെയ്യരുത്. അപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും ഈ മാസം ആണെങ്കിൽ 2 മാസം കഴിഞ്ഞൊക്കെ വന്ന് കൊടുക്കുന്നത്. കറക്റ്റ് അതും അവരുടെ ഒരു ബർത്ത് റൈറ്റ് ആണ്, നമ്മൾ കൊടുക്കേണ്ടതാണ്. ശരിക്കും 15 ഇയേഴ്സ് വരെക്കുള്ള വാക്സിൻ കറക്റ്റ് ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന അതിൽ മാൻഡേറ്ററി ആയിട്ടുള്ളത് കൊടുത്തേ പറ്റുള്ളൂ. മറ്റേ ഓപ്ഷണൽ ആണെങ്കിൽ കുഴപ്പമില്ല, ഏതാണെങ്കിലും എടുത്താൽ മതി. മാൻഡേറ്ററി ആയിട്ടുള്ളത് മസ്റ്റായിട്ട് കൊടുക്കണം. അതുപോലെ വൈറ്റമിൻ A ഡ്രോപ്സ് മിസ് ചെയ്യുന്നവരുണ്ട്. 2 ഇയേഴ്സ് ആയിട്ട് വൈറ്റമിൻ A ഡ്രോപ്സ് മാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിമുഖത കാണിക്കും. അപ്പോൾ വൈറ്റമിൻ A ഡ്രോപ്സ് 6 മന്ത്സ് ഇടവിട്ട് കൊണ്ടുവരാൻ അതിന് ഒരു അസ്വാരസ്യം കാണിക്കാതെ കറക്റ്റായിട്ട് വന്ന് എടുക്കണമെങ്കിൽ ആ വാക്സിനേഷൻ ഷെഡ്യൂൾ കറക്റ്റ് ആവത്തുള്ളൂ. പിന്നെ പറയുന്നത് മെയിനായിട്ട് നമ്മൾ വാർഡിൽ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും രാത്രിയും വരുന്ന ഒരു ബുദ്ധിമുട്ട്. സിസേറിയൻ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ മിക്കവാറും അമ്മമാർ സെഡേഷനിലായിരിക്കും, അല്ലെങ്കിൽ അമ്മമാർ ഉറക്കത്തിലായിരിക്കും, എഴുന്നേറ്റിരിക്കാൻ പറ്റില്ല. അപ്പോൾ കൂടെ ഉള്ള ആൾക്കാർ അമ്മമ്മമാരായിരുന്നാലും BP ഉള്ളവർ, ഒട്ടും വയ്യാത്തവർ, പല ഗുളികളും കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ പറയും, ഒരു 1.5-2 മണിക്കൂർ ഇടവിട്ട് കുഞ്ഞിന് ഫീഡ് കൊടുക്കണം എന്നുള്ളത് പറയും. അപ്പോൾ പ്രോപ്പറായിട്ട് ഫീഡിങ് ടെക്നിക്സ് എല്ലാം പറഞ്ഞു കൊടുക്കും. ഇപ്പം ഫീഡിങ് അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം പോസ്റ്റ്നേറ്റൽസ് ഇവിടെ ഇരിക്കുന്ന കാണികളിൽ കുറവാണ്. അപ്പോൾ നമ്മൾ വാർഡിൽ കൗൺസിലർ വന്ന് കറക്റ്റായിട്ട്, ലാക്ടേഷൻ കൗൺസിലർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. സിസ്റ്റർമാർ അതാത് സമയത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ എപ്പോഴും പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ ഈ ഫീഡ് കൊടുത്തിട്ട് രാത്രിയാകുമ്പോൾ കറക്റ്റായിട്ട് ബർപ്പ് ചെയ്യത്തില്ല, തോളത്ത് കിടത്തി തട്ടുന്നത് കറക്റ്റായിട്ട് ചെയ്യത്തില്ല. ഒരു 2 തട്ട് നമ്മൾ കാണൊക്കെ തട്ടുന്നു കിടത്തുന്നു. അത് കഴിയുമ്പോൾ കൊച്ചിന് ആസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വാസകോശത്തിലോട്ട് പോയി അത് വന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഞാൻ പറഞ്ഞു തന്നെ കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്ത്, സ്റ്റിഫ്
കൊച്ചനക്കം ഇല്ലാതെ ഇരിക്കും, നിങ്ങൾ കറക്റ്റായിട്ട് തട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും വന്ന് വിളിക്കരുത്. കാര്യം അത് 1 മണി 2 മണിക്കായിരിക്കും വന്ന് വിളിക്കുന്നത്. മിക്കവാറും നൈറ്റിലാണ് ആസ്പിറേഷൻ കൂടുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അവർ മെനക്കെട്ടിരുന്ന് ബർപ്പ് ചെയ്ത് കുഞ്ഞിനെ കിടത്തത്തില്ല. രാത്രി ആകുമ്പോഴത്തേക്കും ഇതുപോലെ ആസ്പിറേഷൻ അടിക്കുമ്പോഴത്തേക്കും എടുത്തുകൊണ്ട് വരും. അപ്പം അപ്പോഴും ചെയ്യുന്ന കാര്യം സിസ്റ്ററിൽ നിന്ന് വിളിക്കുന്നതിന് മുന്നേ കൊച്ചിനെ ഇങ്ങനെ തൂക്കിയെടുത്ത് നേരെ കൊണ്ടുവരും. അപ്പം ബാക്കിയുള്ളതും കൂടെ കൊച്ചിൻ്റെ ശ്വാസകോശത്തിൽ പോയിട്ടാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് വേറെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ഇങ്ങനെ ഉണ്ടായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം പലപ്പോഴും നമ്മൾ പത്രത്തിൽ വായിച്ചേക്കും ഇവിടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ ഏകദേശം ഇങ്ങനെ എത്തുമ്പോഴാണ് കാഷ്വാലിറ്റിയിൽ വെച്ച് സക്ഷൻ ചെയ്യുന്നത്. വേറെ ഒന്നും ചെയ്യാനില്ല. കുഞ്ഞിനെ നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞിപ്പോൾ ഛർദ്ദിക്കുന്ന എന്ത് റീസൺ എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഛർദ്ദിക്കുന്ന കുഞ്ഞിന് തനിയെ ചരിയാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ തന്നെ ഒരു ടവലിൽ പൊതിഞ്ഞായിരിക്കും കുഞ്ഞിനെ എപ്പോഴും കിടത്തേണ്ടത്. കിടത്തുന്ന കുഞ്ഞിനെ ഒന്ന് ചരിച്ച് കിടത്തുക. ഇപ്പം ഇതിങ്ങനെ കുഞ്ഞാണെങ്കിൽ ഒന്ന് ചരിച്ച് കിടത്തിയിട്ട് താഴ്ന്ന് മുകളിലോട്ടൊന്ന് തട്ടി കൊടുക്കുക. ശരിക്കും നമ്മളെ ഫോറിൻ ബോഡി റിമൂവൽ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, വലിയവർക്കായിരുന്നാലും ഷേക്ക് ചെയ്തെടുക്കുന്നത്. കുഞ്ഞുങ്ങളെ പ്രസ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് പൊക്കിയെടുത്ത് തല തിരിച്ചു വയ്ക്കുക. തലയുടെ അതായത് ഇപ്പം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യരുത്. കുഞ്ഞിനെ നമ്മളിങ്ങനെ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. കുഞ്ഞിത് കിടക്കുകയാണ്, കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് ചരിച്ച് കിടത്തുക. ചരിച്ച് കിടത്തുമ്പം തന്നെ ജസ്റ്റ് ഇപ്പം ലങ്സ് ശ്വാസകോശത്തിലോട്ട് പോകാത്ത ബാക്കി കണ്ടന്റ് ബാക്കിയകത്തുണ്ടെങ്കിൽ അത് വെളിയിലോട്ട് ഓട്ടോമാറ്റിക്കലി അത് ഒലിഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ ചരിച്ച് വെച്ച് കിടത്തിയിട്ട് എന്തെങ്കിലും ഒരു തുള്ളി അകത്ത് പോയിരുന്നാലും താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ ബർപ്പ് ചെയ്തെടുക്കണം. ഒരു 3-4 തവണ എടുക്കുമ്പം തന്നെ എനിക്ക് ഒരു അനുഭവമുണ്ട്. കൊച്ചു തനിയെ ട്രൈ ചെയ്യും, കരയാത്ത കുഞ്ഞുങ്ങൾ. അപ്പോൾ വീട്ടിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഓക്കെ ആക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ പാനിക്കായിട്ട് തൂക്കി എടുത്തുകൊണ്ട് തരരുത്. ഇല്ല, നിങ്ങൾ ഇപ്പം കുറച്ചുകൂടെ വലിയ ന്യൂ ബോണിൽ വരുന്നതല്ല, എന്നാലും ഞാൻ പറയുകയാണ്, കുറച്ചുകൂടെ വലുത് കൊച്ചുങ്ങളാണെങ്കിൽ ചെറിയ എന്തെങ്കിലും വായിക്കാത്ത മുമ്പ് നമ്മളൊന്ന് ടെൻഷനാവും. അപ്പോൾ കുഞ്ഞിനെ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെ ഉള്ളിനകത്ത് ഫോറിൻ ബോഡീസ് അല്ലെങ്കിൽ അന്യവസ്തുക്കളകത്ത് കടന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു പ്രൊസീജിയറാണ്. കുഞ്ഞിനെ ഇപ്പം ജസ്റ്റ് ചെറിയൊരു കുഞ്ഞ് ഇങ്ങനെ ചെസ്റ്റും വയറിൻ്റെ ഇടഭാഗം ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക. ബാക്കിൽ നിന്ന് ഇങ്ങനെ തട്ടുക, ഈ ഒരു രീതിയിൽ തട്ടുക. അപ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു ചുമയോടുകൂടി കുഞ്ഞ് അനക്കമില്ലാതെ കിടക്കുന്ന കുഞ്ഞായിരുന്നാലും, ചിലപ്പോൾ ഈ ശ്വാസം പിടിച്ച് കിടക്കുന്ന കുഞ്ഞായിരുന്നാലും അതങ്ങ് റിലീസാവും. നിങ്ങൾക്കിത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് ചരിച്ച് വെച്ചിട്ട് തട്ടി കൊടുത്തിട്ട് ഉടനെ തന്നെ കൊച്ച് ഓക്കെയാണ്, റെസ്പോണ്ട് ഉണ്ട്, നന്ന കരച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീട്ടിൽ വെച്ച് തന്നെ മാനേജ് ചെയ്യാം. ഇല്ല പിന്നെയും ബുദ്ധിമുട്ടുണ്ട്, ഫീഡ് എടുക്കുന്നില്ല, അതിന് ശേഷം ഇനി ഒരു തവണ ഇത് ഓക്കെ ആയി, 2ാമത്തെ തവണ കൊച്ച് കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം. കൊച്ചിന് വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത്. ശ്വാസകോശ സംബന്ധമായിട്ടോ ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഓർഗൻസിന് എന്തെങ്കിലും ഇതുള്ളവർക്കും ചിലപ്പം പെട്ടെന്ന് എപ്പോഴും ലങ്സിലോട്ട് കയറാൻ സാധ്യതയുണ്ട്. അപ്പം അത് 2ാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ബാക്കി ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ 45 days ആണ് നമ്മൾ ഹോസ്പിറ്റലിൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ എന്നല്ല, നോർമലി എല്ലാവർക്കും 45 ദിവസം കഴിഞ്ഞിട്ടാണ് ഫോളോ അപ്പ് പറയുന്നത്. അത് അമ്മയും കുഞ്ഞും ഒരുമിച്ച് തന്നെ വരിക. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് കരി എഴുതാമെന്നാണ്. കരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരി എഴുതുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ ചിലർ കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങുന്ന കുഞ്ഞിന് തുറന്നു വെച്ച് എഴുതുന്ന അങ്ങനെയൊന്നും വേണ്ട. നോർമലി എഴുതാൻ പറ്റുന്നതെങ്കിൽ എഴുതുക, അല്ല തുറന്നു വെച്ച് കൊച്ചിനെ കരയിപ്പിക്കുന്ന സമയത്ത് അങ്ങനെയൊന്നും എഴുതാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഒത്തിരി എണ്ണ വാരി തേക്കേണ്ട കാര്യമില്ല. ചില കുഞ്ഞുങ്ങൾക്ക് ഈ പസ്റ്റൂൾസ് പോലെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് എണ്ണ വാരി കോരി ഒഴിച്ച് കൊച്ചിനെ റെഡിയാക്കി വെക്കേണ്ട കാര്യമില്ല. പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന കാര്യം, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് എന്നും കുളിപ്പിക്കാം. കുളിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ പനിയോ അല്ലെങ്കിൽ ചുമ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കുളിപ്പിക്കാതിരുന്നാൽ മതി. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അതായത് ഡോക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് ചോദിക്കണം. ഡൗട്ട് എപ്പോഴും കാഷ്വാലിറ്റി കാണും, വന്ന് സംശയമുള്ളത് തിരുത്തിയിട്ട് തന്നെ ചെയ്യണം. സ്വന്തമായിട്ട് വീട്ടിൽ വെച്ചുള്ള മാനേജ്മെൻറ്റ് ചെയ്യരുത് മാക്സിമം.